അങ്ങയോട് ഇതിപ്പോൾ പെട്ടെന്ന് ഞാനിതിപ്പോൾ ഒരു സന്ദർഭത്തിൽ ഇതും കൂടെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് 300-ലധികം വരുന്ന 500-ഓളം വരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ അങ്ങ് വടക്കുന്ന് മുതൽ തെക്കേറ്റം വരെ വലിയൊരു നവോത്ഥാന പ്രക്രിയ, ധർമ്മ സന്ദേശ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഈ സന്യാസിമാരോട് നമുക്ക് എന്താ പറയാൻ പറ്റുക? സന്യാസം 4ാമത്തെ ജീവിത രീതിയാണ്. നമ്മൾ ആദ്യം നന്നായിട്ട് നമ്മൾ ബ്രഹ്മചര്യം, ജ്ഞാനത്തെ സ്വീകരിക്കുക. ആ ജ്ഞാനത്തെ സ്വീകരിച്ച് ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കാം. ഗൃഹസ്ഥനാവാതെ തന്നെ ബ്രഹ്മചര്യത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകാം. വനപരിപാലനത്തിലൂടെ വാനപ്രസ്ഥം എന്ന് പറയുന്ന അവസ്ഥയും താണ്ടി സന്യാസത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഓൾറെഡി ആ ജ്ഞാനമാർഗത്തിൽ തന്നെ ചരിക്കാം. ജ്ഞാനമായിരിക്കണം നമ്മൾ തലമുറയ്ക്ക് പകരേണ്ടത്. ഈ സന്യാസം എപ്പോഴാണ് ആരംഭിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്? സന്യാസം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു ജീവിത രീതിയാണ് സന്യാസം. അത് ജീവിതത്തിൻ്റെ 4ാം പാദത്തിലാണ് സന്യാസം മസ്റ്റായിട്ടും എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പും സന്യാസം സ്വീകരിക്കാം. എങ്ങനെ? ഗൃഹസ്ഥനാവാതെ വനപരിപാലനം ചെയ്തുകൊണ്ട് ബ്രഹ്മചര്യം സ്വീകരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ബ്രഹ്മചാരിയായിക്കൊണ്ട് തന്നെ ബ്രഹ്മചാരി എന്ന് പറയുമ്പം ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആളെന്നല്ല അർത്ഥം. അറിവിന് വേണ്ടി മാത്രം ചരിക്കുന്നവൻ, അറിവിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ആ ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തി സന്യാസത്തിലേക്ക് ചോദിക്കാം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആളെന്ന് അർത്ഥമുണ്ടോ? അല്ല. വിദ്യയെ സ്വീകരിക്കുന്ന, ബ്രഹ്മത്തെ, ജ്ഞാനത്തെ, പരമസത്യത്തെ സ്വീകരിക്കുന്ന ബ്രഹ്മചാരിയായിരിക്കുന്ന ആൾ എന്ന് വെച്ചാൽ അറിവിന് വേണ്ടി മാത്രം ചരിക്കുന്ന ആൾ, അറിവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾ. മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അറിവിനെ സ്വീകരിക്കുക. അറിവിന് വേണ്ടി ചരിക്കുമ്പോൾ ഈ ഗാർഹസ്ഥ്യം ആവശ്യമാണല്ലോ. ആവശ്യമാണ്. ആവശ്യമെങ്കിലും ഉപേക്ഷിക്കുകയും ചെയ്യാം. വിവാഹം കഴിക്കാതെ തന്നെ അറിവിന് വേണ്ടിയിട്ട് ബ്രഹ്മചാരിയായി തന്നെ നിലനിന്നുകൊണ്ട് സന്യാസത്തിലേക്ക് ചുവടുവയ്ക്കാം. മാധവസേവയെ ചെയ്തുകൊണ്ട്, മാനവസേവയെ ചെയ്തുകൊണ്ട് ബ്രഹ്മചര്യത്തിലൂടെ തന്നെ ബ്രഹ്മചാരിയായി തുടരുക എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത അവസ്ഥ എന്നല്ല അർത്ഥം. അതുകൂടി ഞാൻ പറയുകയാണ്. അറിവിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ, അറിവിന് വേണ്ടിയിട്ടുള്ള ആ സഞ്ചാരത്തെ ഉപേക്ഷിക്കാതെ തന്നെ നമുക്ക് സന്യാസത്തിലേക്ക് സഞ്ചരിക്കാം. സന്യാസം ഒരു തൊഴിലല്ല. നമ്മൾ സ്വീകരിച്ച ആ അറിവിനെ മുഴുവൻ, ആ സമ്പാദ്യത്തെ മുഴുവൻ, അത് ധനമായാലും വിദ്യയായാലും എന്തായാലും ആ അറിവിനെ മുഴുവൻ നശിക്കലാണ്, നിക്ഷേപിക്കലാണ് സന്യാസം എന്ന് പറഞ്ഞാൽ. വരും തലമുറകളിലേക്ക് സമാഹരിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ സന്യസിക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. ഒന്നുമില്ലാത്തൊരാൾക്ക് സന്യസിക്കാൻ പറ്റില്ല. അത്രയും സമാഹരിച്ചിട്ടുള്ള, അത്രയും ജ്ഞാനത്തെ, ധനത്തെ, സർവ്വതും സമാഹരിച്ച് വെച്ചിരിക്കുന്ന ഒരാളെ അവിടുന്ന് തിരിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പ്രോഗ്രാമാണ് സന്യാസം. അതെ. ജ്ഞാനത്തെ, ജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്ന സ്നേഹത്തെ, അതിൽ നിന്നും ജനിക്കുന്ന ആനന്ദത്തെ വിളിച്ച് വിളംബരം നൽകി നമ്മൾ നിക്ഷേപിച്ച് പുതുതലമുറയിലേക്ക് ആ ജ്ഞാനത്തിൻ്റെ എന്താ പറയുന്നത്, ആ പങ്ക് പകർന്നുകൊണ്ട് ഈ മണ്ണിലേക്ക് മാഞ്ഞ് മണ്ണായി, ജലമായി, വായുവായി, അഗ്നിയായി, പഞ്ചഭൂതങ്ങളായി ലയിച്ച് ഇല്ലാതാക്കുന്ന ആ പ്രക്രിയയാണ്. എല്ലാത്തിനെയും നശിക്കുന്ന, ശരീരത്തെ പോലും ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിക്കുന്ന പ്രതിഭാസമാണ് സന്യാസം. ഭക്തരെയും അവരെ ഭരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ സന്യാസത്തെക്കുറിച്ചും മുഴുവനായിട്ടുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു സമാഹരണ കേന്ദ്രങ്ങളാണ് സന്യാസി മഠങ്ങളായിട്ട് പലപ്പോഴും മാറുന്നത്. മുഴുവൻ ആളുകളെ കുറിച്ചല്ല. സന്യാസിമാരെല്ലാം നശിച്ചുകൊണ്ട് വേണം സഞ്ചരിക്കാൻ. അതായത് നിക്ഷേപിച്ചുകൊണ്ട് വേണം സഞ്ചരിക്കാൻ. അതായിരിക്കണം സന്ദേശം അല്ലേ? അതാണ് സന്ദേശം. അങ്ങനെ ചെയ്യുമ്പോഴാണ് വരും തലമുറയ്ക്ക് അവരിൽ നിന്നും ജ്ഞാനമാണ് ഏറ്റവും വലിയ ധനം. അപ്പോൾ ഒരു പെട്ടെന്നൊരു ചോദ്യം, ഈ ശ്രീരാമൻ സന്യാസി ആയിരുന്നോ? സന്യാസി ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ശ്രീകൃഷ്ണൻ സന്യാസി ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാരിൽ എവിടെ തൊട്ട് തുടങ്ങും? അതായത് ശ്രീരാമൻ സന്യാസത്തിന് മുമ്പ് തന്നെ സർവ്വതും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നശിച്ച് കഴിഞ്ഞു. സ്വന്തം ജീവനെ തന്നെ സരയുവിൽ നശിച്ച ആളാണ്. ശ്രീകൃഷ്ണൻ ഈ ധർമ്മരാഷ്ട്രത്തെ പ്രജാലോകത്തിന് വേണ്ടി, സാധുജനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടി നൂറുകണക്കിന് അധർമ്മികളായ ചൂതാട്ടക്കാരായിട്ടുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ച് ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ച് ആ ധർമ്മരാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമായിട്ടും ആ ധർമ്മരാഷ്ട്രത്തിൻ്റെ ധർമ്മ ചക്രവർത്തി
ധർമ്മപുത്രരായിട്ടും യുധിഷ്ഠിരനെ പിടിച്ച് ധർമ്മപുത്രരായിട്ടും ചുമതലപ്പെടുത്തിയിട്ട് ഒന്നും കാക്ഷിക്കാതെ ഗുജറാത്തിലേക്ക് തിരിഞ്ഞു നടന്ന ആളാണ്. അദ്ദേഹവും ചെയ്തത് ധർമ്മപരിപാലനമാണ്, സാധുജന പാലനമാണ്. അപ്പോൾ എവിടെയാണ് സന്യാസത്തിൻ്റെ തുടക്കം നമ്മുടെ ഹിസ്റ്ററിയിൽ? നമ്മളുടെ ത്രേതായുഗം മുതലുണ്ട്. അതായത് ജീവിത രീതിയിൽ ചതുരാശ്രമ ധർമ്മ വ്യവസ്ഥ അത് ത്രേതായുഗം മുതലുണ്ട്. അവിടെയാണ് ഈ ബ്രഹ്മചര്യത്തിനൊക്കെ ഇത്രയും പഠനത്തിന്, ബാല്യകാലത്തിലുള്ള പഠനത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. ആ ബ്രഹ്മചര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല ഗൃഹസ്ഥനാ വേണ്ടത്. ഗൃഹസ്ഥൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടല്ല വാനപ്രസ്ഥം ചെയ്യേണ്ടത്. വാനപ്രസ്ഥത്തിൽ ഭാര്യാസമേതം ചെയ്യുക എന്ന് പറയുന്നത്, അതായത് വനപരിപാലനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. സസ്യലോകത്തെ പരിപാലിക്കുക, വൃക്ഷലോകത്തെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ആ ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ അനുഭവ സമ്പത്തിലൂടെ, ഈ 3 ഘട്ടങ്ങളിലൂടെ അനുഭവ സമ്പത്തിനെ നമ്മൾ വരും തലമുറയിലേക്ക് 4ാമത്തെ ഘട്ടത്തിൽ സന്യാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സർവ്വതിനെയും നശിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഈ സന്യാസത്തിന് ഡ്രസ് കോഡുണ്ടോ? ഒരിക്കലും ഇല്ല. 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 സന്യാസത്തിന് വേണ്ടത് എന്തൊക്കെയാണ്? കാഷായം ധരിക്കാം, കാവി ധരിക്കാം. കാവി വസ്ത്രത്തിൻ്റെ ആ നിറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനനകാരണ ശക്തിയാണ്. മരണത്തെ അതിജീവിക്കാനുള്ള വർണ്ണമാണ് കാവി. സൂര്യൻ്റെ വർണ്ണമാണ്. സപ്തവർണ്ണങ്ങളെയും ജനിപ്പിക്കുന്ന വർണ്ണം കാവിയാണ്. ആ സപ്തവർണ്ണങ്ങളെയും ജനിപ്പിക്കുന്ന കാവി ജനനകാരണ വർണ്ണമാണ്. അപ്പോൾ ഈ കാവി വർണ്ണത്തിന് ഒരു ആരോഗ്യപരമായിട്ടുള്ള രോഗത്തെ അതിജീവിക്കാനുള്ള ഒരു കളറ് ആ വർണ്ണത്തിനുണ്ട്, ആ കഴിവ് വർണ്ണത്തിനുണ്ട്. അതേസമയം തന്നെ ആ വർണ്ണം ഉള്ള വസ്ത്രത്തിലേക്ക്, അതായത് ഗൈരം മുക്കി ഉണക്കി, പർവ്വതധാതുവായിട്ടുള്ളൊരു മണ്ണാണ് ഗൈരം, അത് മുക്കി ഉണക്കി ധരിച്ചാൽ രോഗവൈരിയാണ് ഗൈരം, രോഗവിരോധിയാണ്, രാഗത്തെ നൽകുന്നതാണ് ഈ ഗൈരം എന്ന് പറയുന്നത്. അതാണ് കാവി. അതാണ് രോഗം വരാതിരിക്കാനുള്ള കഷായം, അതാണ് കാഷായം. രോഗം വരാതിരിക്കാനുള്ള കാവലാണ് കാവി. ആ കാവി ധരിച്ചുകൊണ്ട് സന്യാസി എല്ലായിടത്തും സാന്നിധ്യമുള്ളവനാണ്, എല്ലായിടത്തും ചെല്ലുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരിക്കലും രോഗഭൂവാകാതിരിക്കാൻ, രോഗദ്വയങ്ങൾ പിടിമുറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാവി വസ്ത്രം ധരിക്കുന്നത്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നിടത്ത് ഈ ഗൈരം മുഖ്യ ചന്ദന പുടവ് കൊണ്ട് പണ്ട് അലങ്കരിക്കുമായിരുന്നു, കാവി കൊണ്ട് ക്ഷേത്രങ്ങൾ അലങ്കരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സന്യാസി പറയുന്നത് ഞാൻ കേട്ടു. മോഹൻജി ആ അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുക. അതായത് കാവി സന്യാസിമാർക്കുള്ളതാണ്, ക്ഷേത്രങ്ങൾക്കുള്ളതല്ല. ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ട, ആ ഇന്ദ്രപീഠത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം ജീവനെ ജനിപ്പിക്കുന്ന കാവിയാണ്. അത് സൂര്യൻ്റെ വർണ്ണമാണ്. അല്ലാണ്ട് മരണത്തിൻ്റെ കറുത്ത പതാകയല്ല അവിടെ ഉയരേണ്ടത്. ജീവനെ ജനിപ്പിക്കുന്ന സർവശാസ്ത്ര നിലയങ്ങളായിരിക്കുന്ന ആ ക്ഷേത്രത്തിൽ, അതും പ്രത്യേകിച്ച് സൂര്യന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പരമാണു 30 കൂടിയതിനെ വിതച്ചിട്ടാണ് ജീവനെ ജനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യൻ്റെ കാവി വർണ്ണം.